ഒരു കറുപ്പ് കുട്ടി സ്റ്റോറി കേട്ടാലാ? ഞാൻ ഈ പാതിരാത്രിക്ക് എവിടെ പോകണമെന്നല്ലേ, വെളുപ്പിന് 4 മണിയാണ് വണ്ടി എടുത്തിട്ട് പോണത്. കറുപ്പ് ഓഡിയോ ലാഞ്ചിന് ഒരു ടിക്കറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് അവിടെ പെർഫോം ചെയ്യാൻ ഒരു അവസരം. ഞാൻ അങ്ങ് വെറുതെ വിടുക, സൂര്യ ഫാനായ ഞാൻ. പിന്നെ വണ്ടി കൊണ്ട് പാർക്കിങ്ങിൽ ഇട്ടത് തമ്മാനൂർ ചെന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കയറി, വണ്ടിയും കയറി. എൻ്റെ കൂടെ ആണെങ്കിൽ ട്രിച്ചി വരാൻ 2-3 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അവന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ട്രെയിന് വന്ന് ട്രെയിനിൽ കയറി. പിന്നെ അവന്മാർ കിടപ്പും ഇരിപ്പൊക്കെ ആയി. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് സൂര്യയോട് ഫോട്ടോ എടുക്കാൻ കുറേ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അണ്ണൻ്റെ കൂടെ എന്ന് പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യുമോ അന്നാണ് ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കാൻ പോകണം. അപ്പം ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ് ആയിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ മധുരയിൽ വന്ന് ഇറങ്ങി അവന്മാർക്ക് ടാറ്റയും കൊടുത്ത് ടാറ്റയും പിടിച്ച് നേരെ വിട്ട് ഇവിടെ ആടിയിലാഞ്ച് നടക്കുന്ന കോളേജിലേക്ക്. അവിടെ എത്തിയപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കണേ ഉള്ളൂ. പിന്നെ രാത്രിയായി, അവിടെ ലൈറ്റൊക്കെ ഇട്ട് ചെക്ക് ചെയ്യണ സമയം കൊണ്ട് ഞാൻ ഇതാ പ്രാക്ടീസിനും വാളൊക്കെ കൊണ്ട് ഇതാ നടക്കുന്നത്. ഇതാണ് ശക്തി ബ്രോ. ഈ ബ്രോയാണ് എനിക്ക് ഈ അവസരം വാങ്ങിച്ചത്. പിന്നെ ക്യാരവണൊക്കെ എവിടെയൊക്കെ നിർത്തിക്കണമെന്നൊക്കെ നോക്കി വെച്ചിരുന്നത്. കാരണം ഫോട്ടോ എടുക്കാൻ ഒരു അവസരം കിട്ടിയാല, നമ്മൾ വന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ. പിന്നെ സായ ഭയങ്കര നേരിട്ട് കാണാൻ പറ്റി, ലൈവായിട്ട് അവർ റിഹേഴ്സൽ ചെയ്യാൻ പറ്റണതൊക്കെ ഒന്ന് കാണാൻ പറ്റി. അതിൻ്റെ കൂടെ നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, സോ അവിടെ നിൽക്കാൻ പറ്റി. പിന്നെ അത് ലൈവായിട്ട് അതൊക്കെ കേട്ടൊന്ന് എൻജോയ് ചെയ്യേണ്ട അതൊക്കെ ഒരു പ്രത്യേകതര വൈബായിരുന്നു. പിന്നെ നമുക്ക് റിഹേഴ്സൽ സ്റ്റാർട്ടായി, അതൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ സായാബിനോട് ഒരു ഫോട്ടോ അങ്ങ് കാഴ്ച ഞാൻ അതാ ഇപ്പം നിൽക്കുന്നത്. ഒരു അണ്ണ ഇരിക്കണം, ഒരെണ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരെണ്ണം പറക്കും. ഒരെണ്ണം കളക്ഷന് വേണ്ടി വെയിറ്റിംഗ്, ഒരെണ്ണം ഇലക്ഷന് വേണ്ടി വെയിറ്റിംഗ്. മെയ് മൊത്തത്തിൽ ഞാൻ വെയിറ്റിംഗ് ആണ്. പിന്നെ ബോൾസ് ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ ഞാൻ നടക്കുമെന്ന് കൂടെ നടക്കാമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് പിന്നെ നടക്കാമല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ആഗ്രഹം അതും അങ്ങ് സഹായിച്ചു. പിന്നെ ഞാൻ മേക്കപ്പ് ഇടാൻ ചെന്നിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു കലയാണ്. ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വേറെയാണ്. അതായത് ഞാൻ അവിടെ കൂടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതൊരു ഭാഗ്യമാണെന്ന് വേണം പറയാൻ. പിന്നെ അണ്ണൻ്റെ എൻട്രി ഒന്നും എനിക്ക് അവിടെ മേക്കപ്പ് ഇട്ടതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ചെറിയ സ്ക്രീനിലാണ് ഞാൻ കണ്ടത്. ഇതാണ് ഹൈലൈറ്റ്. ഈ ഫോട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. അണ്ണന് ഒരു പിന്നെ ടാറ്റയും കൊടുത്തു. അണ്ണൻ ടാറ്റയും തന്നു. ഇതിൽ കൂടുതൽ ഒരു സൂര്യ ഫാൻ എന്തിനു വേണം? ബൈ ബൈ ഫ്രം താടിക്കാരൻ.